ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പാപ്പന്റെ ഇല്ലെന്ന് തോന്നട്ടെ. അപ്പാപ്പ ചോദിച്ചോണ്ടിരിക്കും. എനിക്കൂടെ രണ്ടെണ്ണം. സോറി ദൈവമേ, അല്ല എനിക്കൂടെ അയ്യോ ഞാനൊക്കെ 300 ഗണ്ണിന്റെ ആമോയെ കൊണ്ട് നടക്കണം, മനസ്സിലായ? 300 എണ്ണം, വെറും 300 എന്റെ കോൺഫിഡന്റ് കണ്ടാ ഇല്ല. 300ന്റെ ആവശ്യമുള്ളൂ വാസണ്ണ. 300 കണ്ണും വെച്ച് നമ്മളെ ഒരാളെ കൊണ്ടാ വണ്ടി ഓടിക്കണം. വാസണ്ണ എന്നാ അതിന്റെ അകത്ത് 200 ഇട്ട 200 മുതൽ ഇട്ട. ഇല്ല വാസണ്ണ എന്തായാലും 100 പിള്ളേന്റെ അകത്ത് തീരും. ബാക്കിട്ടെ യാത്രട്ടെ. 900 ബുള്ളറ്റ് വെടി വെച്ചിട്ട് ഞാൻ ഇല്ല പോടാ പെടുന്നു. അഡ്മിന്റെ അടുത്ത് മേടിക്കുന്നുണ്ട്, നീ എടുത്തു കൊടുക്കും. ഗിഫ്റ്റ് കൊണ്ട് ഇങ്ങനെ പെട്ടിയും പിടിച്ചോട്ട്. പ്ലേസ് കോൾ ഷെയ്ഖ് നുംഹാൻ. ചന്ദ്രൻ എന്തി ചന്ദ്രൻ പെട്ടിയും പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല ബാക്കിൽ. അവൻ എന്താണ് ബാക്കിൽ പെട്ടിയും പിടിച്ചു ദൈവത്തിനടുത്ത്. ഹലോ ഹലോ എവിടാ? ഞങ്ങള് വാറിന്റെ ഇടയ്ക്ക് നിൽക്കോ? വാർ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാ മതിയോ? മതി ഇല്ല, ഷമീറിനെ ഒന്ന് കാണാന്ന് പറഞ്ഞു. പിന്നെ കൊറേ വസന കണ്ടിട്ടാ, അപ്പൊ അങ്ങനെ വേറെ ഇന്ത്യ ഷമീറിനെ ഒന്ന് കണ്ടോളാം. ഓക്കെ വിളിച്ചാ മതി. ശരി ശരി. അയ്യോ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ MRC ഇപ്പൊ മറ്റേ ട്രെയിനിലെ TTR-ന്റെ അടുത്തൊക്കെയാണ് അടി വാറൊക്കെ ഡിക്ലെയർ ചെയ്തത്. ഞാൻ നോക്കിയപ്പോ മമ്മു ട്രെയിനിനെതിരെ വാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നമാണോ? ചന്ദ്രൻ പാടിയതേ കേട്ടില്ല, പിന്നെ ഇങ്ങനെ പരിഹറി. ഹലോ ആരാ? ഞാനോ? ഹലോ ഞാനാ. ഏത് ഞാൻ? ഞാനാണ്. ഇതാരാ? ചന്ദ്രൻ ബോസ്. ഈ ഫോൺ ആരുടെയാടാ ചന്ദ്ര ഇപ്പൊ വിളിച്ചേ? ഞാൻ ഫോണിൽ വിളിച്ച ഞാൻ ഇതല്ല സംസാരിച്ചേ, ബാക്കിയിരുന്ന് ഞാൻ ബാക്കിയിരുന്ന് സംസാരിച്ചത്. അണ്ണനെ ആകിയത് അപ്പൊ എന്നെ വിളിച്ചതാരാ? വിളിച്ച ആളല്ലേ സംസാരിച്ചത്. ചന്ദ്ര ബാക്കിയിരുന്ന് സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചുവിട്. നിങ്ങളൊരു കാര്യം ഈ സിറ്റിയിൽ ബാക്കിയുള്ള എല്ലാ ഒരു പ്രശ്നവും ഉണ്ടാവാതെ 5 മിനിറ്റിലും 10 മിനിറ്റിലും നമ്മുടെ എന്തെങ്കിലും വരുമ്പോ 1000 ബുള്ളറ്റും പിന്നെ ഹെൽത്തും ആർമറും 100 എണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേസ് എടുക്കുന്നുണ്ട്. ദൈവമേ കുറച്ച് ബുള്ളറ്റ് എന്ത് പോയെന്ന് നിങ്ങളുടെ വണ്ടിയുടെ അല്ല, കാരണം ഞാൻ ഹെലിയിലല്ല കേറി. അതാ എന്ത് വീട്ടിൽ പോയെന്നാ നിങ്ങൾ പറയണേ? വെടി വെക്കുന്ന പ്രശ്നം ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും പോയിട്ടില്ല. എടാ ഞാൻ നിന്നെ വെടി വെച്ച് ചോദിക്കട്ടെ, കൊള്ളുമെന്ന് പറ. വെടി കൊള്ളുന്നുണ്ട്. കൊണ്ടോ? കൊണ്ട്
ഉണ്ടല്ലേ? കൊണ്ടു എന്റെ ഒരു അഭിപ്രായം ഞാനിപ്പോ നിങ്ങളുടെ എല്ലായിടത്തും പറയാം. ഈ വെടി കൊള്ളാത്തത് ഈ പാവം പിടിച്ച വണ്ടിയുടെ തലയിൽ വരും. ഇതെല്ലാം ഏറ്റെടുക്കുക. ഇതിനകത്ത് തന്നെയല്ല നമ്മുടെ പിള്ളേരല്ല. ഹലോ വണ്ടി മാറി ഇത് എന്റെ വണ്ടിയാ. നമ്മുടെ വണ്ടി ഏതായിരുന്നടാ? ആ ഇത് തന്നെ ഇതാ കണ്ടാറ്. ഫുഡും വാട്ടറും ഫുള്ളാക്കണേ. ആർമർ അടിക്കുമ്പോ എല്ലാരും കൊള്ളുന്നുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇതെന്റെ വണ്ടിയാണ്, ഇതെന്റെ വണ്ടിയാണ്. ഞാൻ തരാം. അളിയാ, എല്ലാരും പറയണ എന്താന്നറിയോ അളിയാ, ഈ വണ്ടിയുടെ ബഗ്ഗാണെന്നുള്ളത്. ഇല്ല അണ്ണ, ഇല്ല അണ്ണ, റേസ് ഉണ്ടാവൂല അണ്ണ. രണ്ടുപേരും അടിച്ചാലേ റേസ് ഉണ്ടാവുള്ളൂ. രണ്ടുപേരും അടിച്ചാലേ റേസ് ഉണ്ടാവത്തുള്ളൂ. ഇത് റേസ് നമ്മൾ ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റും റേസ് ഉണ്ടാവാൻ അടിക്കുന്ന. ചില്ലണ്ണ വാ, ഫ്യൂരിമനെ കേറ്. പണ്ടെടുത്തോണ്ടാണ് കൊല്ലം ഫ്യൂറി, ഓർമ്മ വേണ്ട? അവനൊക്കെ ഇവിടെ മരിച്ചോ എന്തോ. ലക്സ് തിരിച്ചു വന്നോ? ഒരു ചെറിയ മെയിൻ്റെനൻസിലാ അത് ചെയ്തോണ്ടിരിക്കുക. ഗിരി നിനക്ക് വിഷമമുണ്ടോടാ ഗിരി? അവളിട്ടിട്ട് പോയാല് വീട്ടിൽ കയ്യില്ല ഇതുവരെ. തുറന്നോടാ. ഒരാളെ എങ്ങനെയാണ് കേട്ടോ ടോർച്ചർ ചെയ്യാൻ പറ്റുന്നത് ചന്ദ്ര? ചന്ദ്ര അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിട്ടു, നീ പറഞ്ഞില്ലേ? തുറന്നു പറ, നീ തുറന്നു പറ, നമ്മള് തുറന്നു പറ. അല്ലടാ, നമ്മളെ ഒരാള് നമ്മളെ കളഞ്ഞിട്ട് പോണത് ഒരാള് വേറെ കൂടെ പോണത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ തന്നെ തൂങ്ങിയനെ ഓൺ ദ സ്പോട്ട്. ഇന്നലെ പറഞ്ഞല്ലോ. ഇതാരാ? ഹലോ ലക്സ് വണ്ടി അവന് ഇറങ്ങിയത് ഞാൻ കത്തിപ്പോയതാ. ലക്സിനെ ഒന്ന് പിക്ക് ചെയ്യടാ. ഈ മാർക്കിൽ എന്റെ മാർക്ക് ഞാൻ മണ്ണിന്റെ അടി പോയതാ. ഒരാള് നമ്മളെ ബ്രേക്കപ്പ് ആവുന്നതും മ്യൂച്വലി ബ്രേക്കപ്പ് ആവുന്നതും ഒരാൾ ഇട്ടിട്ട് പോണതും ഒരാൾ വേറൊരാളുടെ കൂടെ പോണതും എല്ലാ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം കിരിയെ സംബന്ധിച്ച് ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു നോക്കൊണ്ടിരിക്കുന്നത്. അതിലും വ്യത്യസ്തമായ ഒരു മോനെ സ്വന്തം മോനാന്ന് പറഞ്ഞ് BJP വിട്ട് ഏറ്റെടുത്തത് അതൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ അതില് ഖേദിക്കുന്നുണ്ട്. പെണ്ണിന്റെ സംസാരിക്കാൻ പറ്റില്ല എനിക്കിപ്പോ. പറഞ്ഞല്ലേ ഞാൻ അന്നേ ചന്ദ്രൻ അച്ഛനല്ലേ അണ്ണാ അത് വിട്. ഇതുണ്ടല്ലോ കിരിക്ക് ഒരു ഒടുക്കാത്ത കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്ന് ജോമു നിന്നെ ജോമോനെ വിളിച്ചോണ്ടിരുന്ന അവള്. എടാ ജോമുനെ അറിഞ്ഞൂടാ? ജോമുനെ അറിഞ്ഞൂടാ? അതായത് ജോമുനെ അറിഞ്ഞൂടെ? അപ്ഡേറ്റഡ് അല്ല. അപ്ഡേറ്റഡ് അല്ല, ഒട്ടും അപ്ഡേറ്റഡ് അല്ലേ. എനിക്ക് വിഷമം എന്താണെന്നറിയാമോ? പോയതിലല്ല, ഈ കൂടിയിരിക്കുന്ന തെണ്ടി എടുക്കണേ. ഇവൻ ഇങ്ങനെ ഇത് ചോദിച്ചാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. എന്താന്ന് പറഞ്ഞു തരട്ടെ? ഞങ്ങള് ഇതേപോലെ കാട്ടിലും മേട്ടിലും ഒക്കെ കിടന്ന് വെടി വെക്കുന്ന സമയത്ത് നീ സെൽഫി ഗ്രൂപ്പ് സെൽഫി എന്ന് ഗ്രൂപ്പ് കൊഞ്ചി കുഴഞ്ഞാടി നടക്കുവായിരുന്നു. വിഷമമുണ്ട്, മനസ്സിലായ? പറ്റാത്തുള്ള എന്തോന്ന് ജോമു കാര്യങ്ങൾ മനസ്സിലാക്ക്. പറ്റാത്തോണ്ടെന്ന് പറഞ്ഞ എന്ത്? ആർക്ക് പറ്റാത്തോണ്ട്? നിനക്ക അതില്ല.
എടാ ഞാനൊരു കാര്യം നിന്നെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇപ്പൊ എല്ലാ ബോധത്തോട് സംസാരിക്കുന്നുണ്ട് പറയാണേ. നീ ഒരു ദിവസം ഉണ്ടല്ലോ മറ്റേ പട്ടിയുടെ ബ്രെയിനിന്റെ അടുത്ത് തലയെ വെച്ചിട്ട് നമ്മളെ ആരും തിരിച്ചറിയാത്ത പോലെ പൊട്ടനെ പോലെ എന്നോടൊക്കെ സംസാരിച്ചായിരുന്നു. എന്തൊക്കെയോ എന്നെ കണ്ടിട്ട് രാഘവ നിന്നെ എത്ര നാളായടാ കണ്ടിട്ടെന്ന് പറഞ്ഞ എന്റെ അടുത്ത് വെറ്റിലേക്ക് ചോദിച്ചു മുറുക്കാനും അങ്ങനൊക്കെ നടന്നിട്ടുണ്ട്. അതാ പറഞ്ഞത് നീ അങ്ങനെ പ്രാന്തരെ പോലെ നടന്ന നിനക്കിതൊന്നും ഓർമ്മയില്ല. മനസ്സിലായ? ആ സമയത്ത് ഞാൻ ഗ്യാങ്ങിന്റെ കാര്യവും ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കളിയാക്കുള്ള അവകാശമുണ്ട്. അവള് കറക്റ്റ് എന്നെ തേച്ചൊട്ടിച്ച് നീ മനസ്സിലാക്കണം അളിയ. ഇപ്പോഴും അളിയാ നിന്നെ അവള് തേച്ചതാ. വേറൊരു പയ്യൻ നമ്മുടെ കൂടെ ഉണ്ട്. അവനൊന്ന് വിളി, അവനടുത്തോട്ടൊന്ന് പോ, അവനടുത്തോട്ട് നമ്മളെ പോലെ അവൻ പുറത്ത് പറയുന്നില്ലെന്നുള്ളോട്ട്. അവൻ ഈ കേസിലൂടെ വരാത്ത അവൻ വിശപ്പ് തൂങ്ങാൻ കയറിയതാണ്. അന്നെന്തിന് പറയണേ തൂങ്ങാൻ കയറിയ പയ്യനാണ്. ടിവിയില് 2 ഡിപ്രഷനിലായത് പറഞ്ഞ് എന്തൊരു കഷ്ടമാടാ. എന്താ ജോമോ അത് കാര്യം നമുക്ക് മനസ്സിലാൻ പറ്റിയ സെറ്റാ. എന്താടാ? ഹലോ നമ്മ റാപ്പായിരുന്നു. നമ്മള് കോട്ട് വിടുമ്പോ റാപ്പ് എങ്ങനെ പാടുന്നു എന്നുള്ളതാണ് അമ്മ ഇപ്പൊ കേട്ടത്. മിമിക്രി ആയിരുന്നല്ലേ അത്? ഫുൾ ലാഗ് ബ്രോ. സിറ്റിയിൽ ഇങ്ങനെ അടിയൊക്കെ പൊട്ടുമ്പോൾ ബഗ്ഗൊക്കെ വരുമ്പോൾ ലാഗ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ അപ്പാപ്പൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് ദൈവന്മാരെല്ലാം കിക്കും ചെയ്ത് ഞാൻ എല്ലാവരെയും എൻ്റെ പിള്ളേരെല്ലാം ഹീലിങ് ചെയ്ത് ഹീലിങ്സും എടുത്ത് പടപടയിൽ പോയി അടിച്ചേനെ. പക്ഷെ അപ്പാപ്പൻ അത് മണ്ടനായതുകൊണ്ട് അപ്പാപ്പൻ അത് സ്പോൺ ചെയ്തില്ല. അപ്പാപ്പൻ ഞാനായിരുന്നെങ്കിൽ പടപട സാധനങ്ങളൊക്കെ സ്പോൺ ചെയ്ത് കൊടുത്ത് ഞാൻ എല്ലാം കളി അപ്പോഴേ ഇപ്പൊ ഡിലേ എന്താ? ഇപ്പൊ ഡിലേ എന്ന് പറഞ്ഞാൽ റാഷിയുടെ മാഡിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വാറ നടക്കുള്ളതാണ് പറയണത്. അടുത്ത ജന്മത്തിൽ അവരെ കൊച്ചടയിൽ ജനിക്കാൻ പ്രാർത്ഥിക്ക്. പിന്നെ ഈ കോലീഡർ നമുക്ക് ആവശ്യം. നമുക്ക് ഈ കോലീഡർ നമുക്ക് ആവശ്യമുണ്ടോ? പെണ്ണ് പോകുമ്പോ മാത്രം നീ ഗ്യാങ്ങിൽ ആക്റ്റീവ്, മറ്റേ ഗ്യാങ് ആക്റ്റീവ് എന്നല്ല, ഗ്യാങ്ങിൽ അത് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് പെണ്ണുള്ളപ്പോ നീ മറ്റേ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കണത് അതിലെനിക്ക് പറ്റും കളിയാ. നീ കുറച്ചും കൂടെ ആക്റ്റീവ് ആയത് മനസ്സിലായോ? നീ ആക്റ്റീവായിട്ട് സംസാരിക്കണം. അതുവരെ നിനക്ക് റോളില്ല. കളയാൻ നോക്കണ വാർച്ചാട്ടേട്ടാ. അല്ലെ ഞാൻ ഒരു കാര്യം വിട്ടോ, നമ്മൾ ദർശനൊക്കെ പെണ്ണുങ്ങളെ സംസാരിക്കല്ലേ? എന്താ പറഞ്ഞമാര് ചന്ദ്ര ഇറങ്ങിയെന്നാ? അമ്മര് വന്ന് വളഞ്ഞിട്ടടിക്കും. വണ്ടി കയറാ ചന്ദ്ര. ഇതില്ല മാറി 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 ഒരു വണ്ടി റൈറ്റ് ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ്. ആ റൈറ്റിലുള്ള നമ്മുടെ എണ്ണ അതല്ല അതല്ല റൈറ്റിൽ വരെ വണ്ടി പോയായിരുന്നടാ. കണ്ട
ഇവിടെ വന്നെടാ, ഇവിടെ വന്നെടാ. ഈ റോഡിൽ വന്നിറങ്ങിയടാ. നേരെ